അങ്ങനെ ബിഗ് ബോസ് സീസൺ 6ന്റെ ഓഡീഷനും ഇൻ്റർവ്യൂവും അവസാനിച്ചിരിക്കുകയാണ്. ഇൻ്റർവ്യൂവും ഓഡീഷൻ എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിലേക്ക് ചെല്ലാനുള്ള 4 ഘട്ടത്തിൻ്റെ വെറും 2 ഘട്ടം മാത്രമാണ്. ഇനിയും 3ഉം 4ഉം ഘട്ടങ്ങൾ പൂർത്തിയായാൽ മാത്രമേ ഇപ്പോൾ സെലക്റ്റായി വെച്ചിരിക്കുന്ന കണ്ടസ്റ്റൻറ്റിന് ബിഗ് ബോസ് വീടിൻ്റെ ഉള്ളിലേക്ക് കയറാൻ കഴിയുള്ളൂ. അപ്പോൾ ഇപ്പോൾ തന്നെ ഫസ്റ്റ് ലെവൽ, സെക്കൻഡ് ലെവൽ, ഓഡീഷൻ, ഇൻ്റർവ്യൂ ഈ ഒരു പാർട്ടുകൾ തീരുമ്പോൾ തന്നെ കുറച്ച് പേര് കൺഫേംഡ് ആയിട്ട് മാറിയവരുണ്ട്. ഒരിക്കലും ആ ഒരു കൺഫേംഡ് ലിസ്റ്റ് മാത്രമായിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയില്ല. കൺഫേംഡ് ലിസ്റ്റ് ഉള്ള പേര് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഫുൾ ലിസ്റ്റ് അല്ലെങ്കിൽ ഒരു 20 പേരുടെ പേരാണ് ഇവിടെ പറയാൻ പോകുന്നത്. അതിൽ 8 പേരാണ് കൺഫേംഡ് ആരാണെന്ന് നിങ്ങൾക്ക് ചിന്തിച്ചെടുക്കാം. പക്ഷേ ആ ഒരു 8 പേരുടെ പേര് മാത്രമായിട്ട് ഇവിടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് അത് കുറച്ച് ബോറായി മാറും. കാരണം അവർക്ക് ചിലപ്പോൾ ആ ഒരു സീസണിലേക്ക് ചെല്ലാനുള്ളൊരു അവസരം നമ്മൾ കാരണം പോകുന്ന ഒരു അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഈ ഒരു വീഡിയോ മാറാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു 8 പേരുടെ പേര് ഉറപ്പിച്ചു പറയാതെ ഒരു 20 പേരുടെ പേര് പറയുന്നത്. ആ ഒരു 20 പേരിൽ നിന്ന് നിങ്ങൾക്ക് 8 പേര് ആരാണെന്ന് ഒന്ന് ഊഹിച്ചെടുക്കാവുന്നതേ ഉള്ളൂ എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അത്ര ബോറാവാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ 20 പേരുടെ പേര് പറഞ്ഞിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളൊന്നും വിചാരിക്കരുത് ആ ഒരു 8 പേരെ മാത്രം പറഞ്ഞാൽ അവരുടെ ആ ഒരു ചാൻസ് ഇല്ലാതാക്കുന്ന പോലെയാകും. അതുമാത്രമല്ല കുറച്ച് ബോറാകും. ഇത്ര നേരത്തെ തന്നെ ആ ഒരു 8 പേര് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 400 പേരോളം ബിഗ് ബോസിൻ്റെ ഈ ഒരു ബിഗ് ബോസ് സെലക്ഷൻ ആ ഒരു പ്രക്രിയയിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നും ഒരു 18 പേരെയാണ് ബിഗ് ബോസ് ആ ഒരു വീടിൻ്റെ ഉള്ളിലേക്ക് അത്രയേറെ മൈന്യൂട്ടായിട്ട് വരെ അവരെ ചെക്ക് ചെയ്തതിന് ശേഷം ഇനി ബാക്കിയുള്ളത് ഈ ഒരു 2 ഘട്ട ഇൻ്റർവ്യൂ പൂർത്തിയാക്കിയവർക്ക് ബാക്കിയുള്ളത് ഫിസിക്കൽ ടെസ്റ്റാണ്. അവർ ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ 100 നാളുകൾ അസുഖങ്ങൾ കൂടാതെ ഒക്കെ നിൽക്കാനായിട്ട് പ്രാപ്തരാണോ, അല്ലെങ്കിൽ അവർ മദ്യപാനം അല്ലെങ്കിൽ സിഗരറ്റ് അതൊക്കെ ഉപയോഗിക്കുന്ന ആളുകളാണോ, ഇത്തരത്തിലൊക്കെ ചെക്ക് ചെയ്യുന്ന ഒരു പരിപാടിയായിരിക്കും അടുത്തത്. പിന്നീട് ബിഗ് ബോസിൻ്റെ ക്രൂ മെമ്പേഴ്സായിട്ടൊരു ഐസ് ബ്രേക്കിംഗ് നല്ല രീതിയിലൊരു ഇൻട്രാക്റ്റീവ് സെക്ഷൻ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. അതിനുശേഷമായിരിക്കും ഇവരെല്ലാവരും ബിഗ് ബോസിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ബിഗ് ബോസ് വീട്ടിലേക്ക് പോവുക. അപ്പോൾ നേരെ നമുക്ക് ആ ഒരു ലിസ്റ്റിലേക്ക് പോകാം. ബിഗ് ബോസിൻ്റെ ഓഡീഷൻ കഴിഞ്ഞു. ആ ഒരു ഓഡീഷനിൽ നിന്ന് 8 പേരാണ് കൺഫേംഡ് ആയിരിക്കുന്നത്. അത് ഒരു 20 പേരുടെ പേരിപ്പോൾ ഇവിടെ പറയും. അതിൽ നിന്ന് നിങ്ങൾക്ക് ആ ഒരു 8 പേരെ എടുക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ശ്രീറാമിനെ പറയാം. ശ്രീറാം നമ്മുടെ ഏഷ്യാനെറ്റിൻ്റെ സീരിയലിലുണ്ടായിരുന്ന ശ്രീറാം. പിന്നെ സിത്തു വേണുഗോപാൽ സീരിയൽ ആക്ടർ തന്നെയാണ്. പിന്നീട് നമ്മുടെ ജാസ്മിൻ ജാഫറിനെ പറയും. പിന്നെ നമ്മുടെ നിക് വ്ലോഗ്സിനെ പറയും. ഷാലു പയ്യാടിനെ പറയും. ദെൻ അടുത്തത് നമ്മുടെ സായി കൃഷ്ണ സീക്രട്ട് ഏജൻറ്റ്. പിന്നെ നമ്മുടെ ആങ്കർ ആയിട്ടുള്ള പാർവതി ബാബു. പിന്നെ നമ്മുടെ കേട്ടൺ ഹോട്ടലിൻ്റെ ഉടമസ്ഥനായിട്ടുള്ള യാദില മിക്ബാൽ. പിന്നെ നമ്മുടെ അഡാർ ലവ് ഫെയിം ആയിട്ടുള്ള നൂറിൻ. പിന്നീട് അടുത്തത് ആങ്കറും ആക്ടറുമായിട്ടുള്ള ശില്പ ബാല. പിന്നീട് അതിനുശേഷം ജീവ. പിന്നെ അത് കഴിഞ്ഞിട്ട് അസ്ലാം ആർലി വരുന്നുണ്ട് ഈ ഒരു ബിഗ് ബോസിലേക്ക് എന്നാണ് തോന്നുന്നത്. പിന്നെ അശ്വതി. അതിനുശേഷം നമുക്ക് അമേയ പ്രസാദിനെ പറയാം. പിന്നെ നമ്മുടെ യൂട്യൂബിലെ കണ്ടൻറ് ക്രിയേറ്ററൊക്കെ ആയിട്ടുള്ള നീതുവിനെ പറയാം. പിന്നെ അഡ്വക്കേറ്റും അതോടൊപ്പം തന്നെ ഒരു ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ നിന്ന് പത്മ ലക്ഷ്മിയെ പറയാം. അതോടുപരി നമുക്ക് അഞ്ജുഷ മാർട്ടിനെ പറയും. പിന്നീട് നമുക്ക് പറയാനുള്ളത് രേവതി, നമ്മുടെ ബിഗ് ബോസിൻ്റെ തന്നെ കണ്ടൻറ് റിവ്യൂ ചെയ്യുന്ന രേവതിനെ പറയും. അതിനുശേഷം നമ്മുടെ ശ്രീലക്ഷ്മി അറക്കൽ, നമ്മുടെ ഫെമിനിസ്റ്റ് ആയിട്ടുള്ള ശ്രീലക്ഷ്മി അറക്കൽ നല്ല ഒരു നല്ല രീതിയിൽ ടോക്കിംഗ് സെൻസ് ഉള്ളൊരു കുട്ടി തന്നെയാണ്. പിന്നീട് നമുക്ക് ഏഷ്യാനെറ്റിൻ്റെ സീരിയലിൽ സജീവമായിട്ട് വരുന്ന അൻഷിത അഞ്ചിയെ പറയും. അതിനുശേഷം നമ്മൾ പറയുന്നത് നമ്മുടെ ഉപ്പും മുളകും ഫെയിമായിട്ടുള്ള ഹെബ്ബാറിനെ പറയും. അങ്ങനെ കുറച്ച് പേര്, ഇത്രയും പേരെയാണ് ഇപ്പോൾ പറയുന്നത്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ആ ഒരു 8 പേരെ ഊഹിച്ചെടുക്കാൻ പറ്റും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പിന്നെ നമ്മുടെ മാളവിക മേനോൻ അവരൊക്കെ ഈ ഒരു പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇതിൽ നിന്ന് ആ ഒരു 8 പേരെ നിങ്ങൾ ഊഹിച്ചെടുത്തോളൂ. കാരണം കുറച്ച് ബോറാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് കിട്ടിയ ആ ഒരു 8 പേരെ നിങ്ങളോട് കൃത്യമായിട്ട് പറയാതെ ഇത്രയും പേരുടെ ഉള്ളിൽ ഏർപ്പെടുത്തി പറഞ്ഞത്. ചിലപ്പോൾ നിങ്ങൾക്ക് പിടികിട്ടി കാണും, എന്നാലും കുഴപ്പമില്ല, ഞാൻ പറഞ്ഞില്ലല്ലോ, അപ്പോൾ അത് വലിയ സീനില്ല. എന്തൊക്കെയായാലും ബിഗ് ബോസിൻ്റെ ആ ഒരു അത്രയും ഇവർ തന്നെ എന്ന് പറയുന്ന ആ ഒരു വീഡിയോ ഒക്കെ വരുന്നത് ഏകദേശം ജാനുവരി അവസാനത്തോടു കൂടിയായിരിക്കും. അപ്പോൾ ബിഗ് ബോസ് സീസൺ 6ൻ്റെ ഇനിയും പുതുപുത്തൻ അപ്ഡേറ്റുകൾ വീണ്ടും വരാനുണ്ട്. ലാലേട്ടൻ്റെ കുറച്ച് ഹൈറ്റിൻ്റെ ഇഷ്യൂസൊക്കെ വരുന്നുണ്ട്. കാരണം ഇപ്പോൾ ചെന്നൈയിലെ ആ ഒരു സെറ്റിലായിട്ടാണ് ഷൂട്ടിംഗ് വെച്ചിരിക്കുന്നത്. നമ്മുടെ ബിഗ് ബോസ് സീസൺ 3ഉം 2 ഒക്കെ കണ്ടക്ട് ചെയ്ത അതേ സെറ്റ്. അപ്പോൾ ആ ഒരു സെറ്റിൽ ഷൂട്ടിംഗ് വെച്ചതുകൊണ്ട് ലാലേട്ടന് അറിയാമല്ലോ, ഇപ്പോൾ എമ്പുരാൻ അടക്കം നമ്മുടെ ബാരോസ് ലാലേട്ടൻ സംവിധായകനാവുന്ന മൂവി ഇതൊക്കെ വരുന്നത് ഈ ഒരു 2024 അപ്പോൾ എന്തൊക്കെയായാലും ലാലേട്ടൻ്റെ ഡേറ്റ് ക്ലാഷ് ആവാനായിട്ടുള്ള ചാൻസ് ഏറെയാണ്. അപ്പോൾ ഫെബ്രുവരി 25
മുതൽ വരുന്ന 3 മാസം ലാലേട്ടന് അത്രയേറെ ക്രൂഷ്യലായിട്ട് മാറുമെന്നുള്ള കാര്യം നമുക്കറിയാം. കാരണം ഇതിൻ്റെ ഹോസ്റ്റ് എന്ന് പറയുന്നത് ലാലേട്ടൻ ഇതിൻ്റെ ഫുൾ എപ്പിസോഡ് കാണുന്ന ഒരാളല്ല. ഇതിൻ്റെ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അവരായിട്ട് ഇൻട്രാക്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പഠിച്ച് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എന്തായാലും ഇത് നോക്കാണ്ട് ഇതിൻ്റെ എപ്പിസോഡ് ഫുള്ള് കാണാനൊന്നും എന്തായാലും ലാലേട്ടൻ നിൽക്കില്ല. ഇതിനകത്ത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഷോർട്ട് വീഡിയോ ഒക്കെ ആയിട്ട് ചിലപ്പോൾ ലാലേട്ടൻ കാണുമായിരിക്കും. അത് തന്നെയായിരിക്കും ഇവരോട് വന്നിട്ട് പിന്നെ ചോദിക്കുക. പിന്നെ അതിന് മുമ്പ് ലാലേട്ടൻ ഇതിനെപ്പറ്റി പഠിക്കണമല്ലോ എന്തൊക്കെയാണെങ്കിലും. അപ്പോൾ ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ ലാലേട്ടന് കുറച്ച് പണിയാവും എന്നുള്ള കാര്യം ഏകദേശം ഉറപ്പായ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ പുള്ളിക്കാരൻ്റെയും ആ ഒരു പരിപാടി എന്തായാലും ബിഗ് ബോസിൽ എങ്ങനെ ആയിരിക്കും നമുക്കറിയാം. ചിലപ്പോൾ ഒരുപാട് എപ്പിസോഡുകൾ ചിലപ്പോൾ ലാലേട്ടൻ ഓൺലൈനായിട്ട് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ബിഗ് ബോസ് സീസൺ 5 നമ്മൾ കണ്ടതാണ് ലാലേട്ടൻ ഓൺലൈനായിട്ട് വരുന്നത്. അങ്ങനെ വരാനായിട്ടുള്ള ചാൻസസും ബിഗ് ബോസ് സീസൺ 6 ഏറെയാണ്. അപ്പോൾ ലാലേട്ടനെ കുറ്റം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ബിഗ് ബോസിന് എൻ്റമോൾ ഷൈൻ മീഡിയ അവരെയൊക്കെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറി. അപ്പോൾ 8 കണ്ടസ്റ്റൻസിൻ്റെ പേര് 20 പേരിൽ ഉൾപ്പെടുത്തിയിട്ട് അങ്ങോട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾ ആരൊക്കെയാണെന്നുള്ളത് തീർച്ചയായിട്ടും അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യാനായിട്ടൊന്ന് ശ്രമിക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ആ ഒരു 8 പേര് ആരൊക്കെയാണെന്ന്. നിങ്ങൾക്ക് മനസ്സിലായെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നീട് എന്താണ്, ബിഗ് ബോസ് സീസൺ 6 ഫെബ്രുവരി 25 സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇനിയും പ്രഡിക്ഷൻ ലിസ്റ്റിൽ അല്ലെങ്കിൽ ഇന്നലെയാണ് ഈ ഒരു ഓഡീഷൻ ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ അവസാനിച്ചത്. ഇനിയാണ് അവരുടെ ചെക്കപ്പും കാര്യങ്ങളൊക്കെ വരുന്നത്. ബിഗ് ബോസിൽ നല്ല ആക്റ്റീവായിട്ട് നിൽക്കാനായിട്ടുള്ള ഫിസിക്കൽ സ്ട്രെങ്ത് അവർക്ക് ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്നതൊക്കെ വരുന്നത് ഇനി അങ്ങോട്ടുള്ള നാളുകളിലായിരിക്കും. അപ്പോൾ ഇന്നലെ ഓഡീഷനിൽ പങ്കെടുത്തൊരു 4 പേരുടെ പേര് അടുത്തൊരു വീഡിയോ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതും ആ വീഡിയോയും ഒന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ബിഗ് ബോസ് സീസൺ 6 ലൈവ് അപ്ഡേറ്റ്സ് ആയിട്ട് നമ്മളുണ്ടാകും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. വീഡിയോ കാണുന്ന ഒരുപാട് വ്യൂവേഴ്സ് വീഡിയോ ലൈക്ക് ചെയ്യാതെയാണ് കാണുന്നത്. തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. താങ്ക്